നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ദൗത്യം ശുഭം. ഡ്രാഗൺ പേടകം അൺഡോക്ക് ചെയ്തു. ശുഭാംശുവും സംഘവും മടങ്ങി വരുന്നു. താൽക്കാലിക VC നിയമനം ഗവർണർക്ക് തിരിച്ചടി. അപ്പീൽ തള്ളി ഹൈക്കോടതി. ഈ ആപ്പ് തട്ടിപ്പാണോ? വായ്പയെടുക്കും മുമ്പ് നോക്കുക. ഉത്തർപ്രദേശിൽ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി SFI. വേട്ടുതടങ്കൽ മറികടന്ന് രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി ഒമർ അബ്ദുള്ള. മുഖ്യമന്ത്രി എത്തിയത് മതിൽ ചാടിക്കടന്ന്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ വീട്ടുതടങ്കലിലാക്കി കേന്ദ്രസേന. നൌഹട്ടയിലെ രക്തസാക്ഷി സ്മാരകം സന്ദർശിക്കുന്നത് തടയാനാണ് സുരക്ഷാ സേന തടങ്കലിൽ വെച്ചതെന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു. തനിക്കൊപ്പം മറ്റ് മുതിർന്ന നേതാക്കളെയും വീട്ടുതടങ്കലിൽ വെച്ചു. ഇത് തെരഞ്ഞെടുക്കപ്പെടാത്തവരുടെ സ്വേച്ഛാധിപത്യം ആണെന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു. 1931 ദോഗ്ര ഭരണത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ട കാശ്മീരികളുടെ അനുസ്മരണ ദിനം ജൂലൈ 13-നായിരുന്നു. എന്നാൽ ഞായറാഴ്ച രക്തസാക്ഷി സ്മാരകം സന്ദർശിച്ച് ആദരാഞ്ജലി അർപ്പിക്കുന്നതിൽ നിന്നും തന്നെ സേന തടഞ്ഞതായി ഒമർ അബ്ദുള്ള പറഞ്ഞു. ഞായറാഴ്ച പ്രദേശത്തെത്തി ആദരമർപ്പിക്കാൻ ഒമർ അബ്ദുള്ളയ്ക്ക് അനുവാദമില്ലെന്ന് സുരക്ഷാ സേന അറിയിച്ചു. തുടർന്നാണ് ഒമർ അബ്ദുള്ളയെ സേന വീട്ടുതടങ്കലിലാക്കിയത്. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രക്തസാക്ഷി സ്മാരകത്തിലെത്തി മുഖ്യമന്ത്രി ആദരം അർപ്പിച്ചു. സുരക്ഷാ ബാരിക്കേഡുകൾ മറികടന്ന് മതിൽ ചാടിക്കടന്നാണ് രക്തസാക്ഷി സ്മാരകത്തിന്റെ അകത്ത് പ്രവേശിച്ചത്. ജമ്മുകാശ്മീർ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കൊപ്പമാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നൌഹട്ടയിലെ സ്മാരകത്തിൽ എത്തിയത്. 1931 ജൂലൈ 13-ന് അന്നത്തെ കാശ്മീർ രാജാവായിരുന്ന ഹരിസിംഗിനെതിരെ കാശ്മീർ ജനത പ്രതിഷേധമുയർത്തിയിരുന്നു. തുടർന്ന് നടന്ന പ്രക്ഷോഭത്തിൽ 21 കാശ്മീരികൾ കൊല്ലപ്പെട്ടു. അവരുടെ സ്മൃതി കുടീരമാണ് നൌഹട്ടയിലുള്ളത്. ജൂലൈ 13-ന് സ്മാരകത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ എത്തുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിന് തടയിടുന്നതിനായി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു. നൌഹട്ടയിലേക്ക് പുഷ്പാർച്ചന നടത്താൻ വരരുത് എന്ന് നിർദ്ദേശവും നൽകി. 1931 നടന്ന പ്രതിഷേധം രാജ്യവിരുദ്ധ പ്രവർത്തനമായാണ് BJP ഭരണകൂടം കണക്കാക്കുന്നത്. അന്ന് പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവർ ഭീകരവാദികളെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അതിനാൽ രക്തസാക്ഷി ദിനത്തിൽ നേതാക്കൾ സ്മാരകത്തിൽ ആദരം അർപ്പിക്കുന്നത് തടയുക എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ ലക്ഷ്യം. ജമ്മു കാശ്മീരിലെ നിരവധി നേതാക്കളെയാണ് ഇന്നലെ സുരക്ഷാ സേന വീട്ടുതടങ്കലിലാക്കിയത്. CPIM നേതാവും ജമ്മു കാശ്മീർ MLA-യുമായ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ വീട്ടുതടങ്കലിൽ വെച്ചിരുന്നു. ഇതിൽ CPIM ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. 18 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനു ശേഷം ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലേക്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഹാർമണി മൊഡ്യൂളിൽ നിന്നും വൈകുന്നേരം 4:45-നാണ് ഇരുവരുമായി ഡ്രാഗൺ പേടകം അൺഡോക്ക് ചെയ്തത്. 22 മണിക്കൂറോളം ഭൂമിയെ വലം വെച്ച ശേഷമാകും പേടകം ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടക്കുക. ചൊവ്വ വൈകുന്നേരം 4-ഓടെ പേടകം കാലിഫോർണിയക്കടുത്തോ പസഫിക് സമുദ്രത്തിൽ പതിക്കും. ഇവരെ രക്ഷാപ്രവർത്തകരെത്തി നാസയിലേക്ക് കൊണ്ടുപോകും. മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ഞായറാഴ്ച ശുക്ലയ്ക്കും സംഘത്തിനും നിലയിൽ യാത്രയപ്പ് സംഘടിപ്പിച്ചു. 2 ആഴ്ചത്തെ നിലയ ജീവിതം വലിയ പാഠശാലയായിരുന്നുവെന്ന് ശുഭാംശു പറഞ്ഞു. അത്ഭുതവും ആഹ്ലാദവും ആവേശവും പകർന്ന ദിനങ്ങളാണ് കഴിഞ്ഞുപോയത്. മാനവരാശിയുടെ വലിയ കൂട്ടായ്മയാണ് നിലയമെന്നും ശുക്ല പറഞ്ഞു. ഭൂമിയിൽ നിന്നും കൊണ്ടുപോയ ഭക്ഷ്യവിഭവങ്ങൾ നിലയത്തിലുണ്ടായിരുന്നു. മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ സംഘങ്ങൾ പങ്കുവച്ചു. കാലാവസ്ഥ കൂടി പരിഗണിച്ചാണ് മടക്കയാത്ര നിശ്ചയിച്ചത്. 26-ന് നിലയത്തിലെത്തിയ ഇവർ വ്യാഴാഴ്ച മടങ്ങേണ്ടിയിരുന്നതാണ്. പസഫിക് സമുദ്രത്തിലെയും മറ്റും കാലാവസ്ഥ മോശമായതിനാലാണ് ദൗത്യം നീട്ടിയത്. 31-ന് മറ്റൊരു സംഘത്തിന് നിലയത്തിലേക്ക് പുറപ്പെടേണ്ടതുണ്ട്. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി 60ഓളം പരീക്ഷണങ്ങൾ സംഘം പൂർത്തീകരിച്ചു. 7 ISROയുടേതാണ്. ടെക്സസിലെ ഹൂസ്റ്റൺ ആസ്ഥാനമായുള്ള ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസ് നിയോഗിച്ച ചരിത്ര ദൗത്യത്തിൽ മിഷൻ കമാൻഡർ പെഗ്ഗി വിഡ്സൺ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലൻ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ സ്ലാവോസ് ഉസ്നാസ്റ്റിക്, വിസ്നോയി വിസ്കി, ടൈബോർ കാംപു എന്നിവരാണ് ഉൾപ്പെടുന്നത്. 4 രാജ്യങ്ങളിലെയും അതത് സർക്കാരുകൾ സ്പോൺസർ ചെയ്യുന്ന ദൗത്യം ജൂൺ 26-നാണ് ആരംഭിച്ചത്.
ആരോഗ്യം, മെറ്റീരിയൽ സയൻസ്, ബഹിരാകാശ സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുകയായിരുന്നു ലക്ഷ്യം. പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്ക് പുറമെ 31 രാജ്യങ്ങൾ ആക്സിയം 4 ദൗത്യത്തിൽ സംഭാവന നൽകിയിട്ടുണ്ട്. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലറായി നിയമിച്ച ഗവർണറുടെ നടപടി നിയമപരമല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഇതേ കേസിലെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച കോടതി ഗവർണറുടെ ഹർജി തള്ളി. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, PV ബാലകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസ്, സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ K ശിവപ്രസാദ് എന്നിവരെ VC ആയി നിയമിച്ച നടപടികളാണ് നിയമപരമല്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. താൽക്കാലിക VCമാരെ നിയമിച്ചതിനെതിരെ സർക്കാരായിരുന്നു സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. നിയമനം നടത്തേണ്ടത് സർക്കാർ പാനലിൽ നിന്നെന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നിയമനം നിയമപരമല്ല. 2 സർവകലാശാലകളിലെയും താൽക്കാലിക VCമാരുടെ കാലാവധി മെയ് 28-ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിയമനത്തിൽ ഇടപെടുന്നില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ പറഞ്ഞിരുന്നു. സർക്കാർ പാനൽ മറികടന്നാണ് ചാൻസലർ കൂടിയായ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാങ്കേതിക സർവകലാശാലയിലേക്ക് ഡോക്ടർ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ചത്. ഇത് ചോദ്യം ചെയ്ത ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവുണ്ടായത്. ഈ ഉത്തരവിനെതിരെ നിലവിലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. സാങ്കേതിക സർവകലാശാല നിയമപ്രകാരം താൽക്കാലിക VC നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നും ആകണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. ഇക്കാര്യത്തിൽ ഗവർണർ നൽകിയ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ച് വ്യക്തത വരുത്തിയിരുന്നു. എന്നിട്ടും ഉത്തരവ് മറികടന്ന് ഗവർണർ നിയമനം നടത്തുകയായിരുന്നു. കൂട്ടുമുഖം താഴെ പാലം നാടിന് സമർപ്പിച്ചു. വികസനം ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങണമെന്നും ഗ്രാമങ്ങൾ വികസിക്കുമ്പോൾ മാത്രമാണ് രാജ്യം വികസിക്കുന്നതെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. കൂട്ടുമുഖം താഴെ പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീകണ്ഠാപുരം നഗരസഭാ വാർഡ് കൗൺസിലർ VV ജമുന അധ്യക്ഷയായി. രാജ്യസഭാ MP-യായ ഡോക്ടർ ജോൺ ബ്രിട്ടാസിന്റെ 2022-23 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ പണി പൂർത്തീകരിച്ചത്. കൂട്ടുമുഖത്തു നിന്നും കോളേരിവയൽ, കൊയിലി എന്നിവിടങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിലെത്താനാവുന്ന റോഡാണിത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശത്തെ 150ഓളം വീട്ടുകാരുടെ യാത്രാ ദുരിതം അവസാനിച്ചു. പാലത്തിനോട് ചേർന്നുള്ള 150 മീറ്റർ അപ്രോച്ച് റോഡ് ടാർ ചെയ്യുന്നതിനായി ഫണ്ട് അനുവദിക്കുന്നതിനായി പ്രദേശവാസികൾ MP-ക്ക് നിവേദനം നൽകി. പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയ കോൺട്രാക്ടർ ഹംസകുട്ടിക്കും പാലം നിർമ്മാണത്തിനായി നഗരസഭയ്ക്ക് സ്ഥലം വിട്ടു നൽകിയ മുഹമ്മദ് കുഞ്ഞിക്കും MP ഉപഹാരം നൽകി. വാർഡ് മെമ്പർമാരായ വിജിൽ മോഹനൻ, KO പ്രദീപൻ, VC രവീന്ദ്രൻ, P മീന, EV തങ്കമണി, സംഘാടക സമിതി കൺവീനർ K ഷൈജു, വിവിധ പാർട്ടി പ്രതിനിധികളായ VC ഹരിദാസൻ, TP സുനിൽകുമാർ, KP ഗംഗാധരൻ, ഇല്ലിക്കൽ അഗസ്തി, CB പണ്ടാരശ്ശേരിയിൽ, അലക്സാണ്ടർ ഇല്ലിക്കുന്നുപുറത്ത് എന്നിവർ സംസാരിച്ചു.
നമ്മുടെ നാട്ടിലെ പദ്ധതികൾക്ക് വേണ്ടി മാത്രം പണം മുടക്കുന്നത് ഉചിതമല്ല. കേരളത്തിലുടനീളം ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്ന് പലരും എന്നെ ഓർമ്മപ്പെടുത്തുമ്പോഴും MC എന്നെ ഇങ്ങോട്ട് തന്നെ വലിച്ചഴച്ചുകൊണ്ടിരുന്നു. മുടക്കി ആ സ്കൂളിനൊരു കെട്ടിടം. എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ പയ്യന്നൂരിൽ നിന്ന് ഈ വലിയ അരീക്കമലയിലേക്ക് പോകുമ്പോൾ 2-3 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കണ്ടു. വലിയ സൗകര്യമുള്ള സ്കൂളുകൾ. പക്ഷേ അതേ സൗകര്യത്തിൽ ആ മലമുകളിലുള്ള കുട്ടികൾക്കും പഠിക്കാനുള്ള സംവിധാനം അവിടെ ആയിക്കഴിഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നോക്ക്, നല്ല ട്യൂബ് ലൈറ്റ്, ഫാന്, നല്ല കോൺക്രീറ്റ് ബിൽഡിങ്. ഇനി അഥവാ കാറ്റടിച്ചാലും മഴ പെയ്താലും കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് പൊതുവിദ്യാലയങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്. അതിൽ ഒരു ചെറിയൊരു സഹായം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ എനിക്ക് തന്നെ ഒരു സംതൃപ്തിയും സന്തോഷവും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇതിനും മോശമല്ല. 20 ലക്ഷത്തിലേറെ ആയി പൈസ ഇല്ലേ MC ഇങ്ങനെ 16 ഉള്ളെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ 20 തന്നെ ആയിട്ടുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. ഇപ്പം രാജ്യസഭാ അംഗമാണ്. രാജ്യസഭാ അംഗം എന്ന് പറയുമ്പോൾ കേരളത്തെ മുഴുവൻ പ്രതിദാനം ചെയ്യുന്ന ഒരംഗമാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഈ നാടിനോട് സവിശേഷമായിട്ടുള്ള ഒരു സ്നേഹവും കടപ്പാടുമുണ്ട്. ഞാനെന്നുള്ള ഒരു പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തിയത് ഈ നാടാണ്. അപ്പം ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തൊക്കെ ഇതിലൂടെയൊക്കെ എത്രയോ പ്രാവശ്യം കടന്നു പോയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പാലവും റോഡും ഒക്കെ ഉണ്ടാകണം. ഇപ്പം ഞാനിങ്ങനെ കുടിയാമലയുടെ നിറകിലേക്ക് പോകുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എത്രയോ വഴികളാണ്, ടാറിംഗ് റോഡുകൾ. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് വികസനം വന്നു കഴിഞ്ഞു. ഇപ്പം ഇവിടെ ഇത് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ യഥാർത്ഥം ഞാൻ വിചാരിച്ചു ഈ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. എന്താണ് അവർ വരാത്തത്? ജമുന, എന്താണ് വരാത്തവർ? എന്ത് കൗൺസിൽ യോഗം? ജനങ്ങളുടെ ഒരു വികസന പ്രശ്നത്തിലല്ലേ അവർ നിൽക്കേണ്ടത്? വികസനത്തിന് വേണ്ടിയല്ലേ കൗൺസിൽ യോഗം. അപ്പോൾ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലിൻ്റെ ഭാഗവാക്കാകാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ ചെയർമാൻ തയ്യാറാകണ്ടേ? വിളിച്ചിരുന്നാ? അപ്പോൾ അത് ഇങ്ങനെ MP പറഞ്ഞു എന്ന് പറയണം കേട്ടാ. എന്താ കാരണം എന്ന് വെച്ചാൽ, അവർ വികസിപ്പിക്കേണ്ട ഒരു വഴി ഡൽഹിയിൽ നിന്ന് MP വന്ന് വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാക്കണം എന്നുള്ളത് അവർക്കും തോന്നേണ്ട കാര്യമാണ്. ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ, ഞാൻ പണ്ടും പറയാറുണ്ട്, നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ അവിടെ രാഷ്ട്രീയമൊന്നും വേണ്ടതില്ല. വികസനമാണ് നമ്മുടെ രാഷ്ട്രീയം. ഇവിടെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആൾക്കാരിപ്പുണ്ട്. ജോസ് കെ മാണിയുടെ ആളല്ലേ? നമ്മുടെ സഖ്യകക്ഷിയായിട്ടാ. എന്തൊക്കെ പത്രത്തിൽ വാർത്തയൊക്കെ വരുന്നുണ്ടല്ലോ. ശരിയല്ലല്ലേ? ശ്രദ്ധിച്ചിട്ടില്ല. ഭയങ്കര തന്ത്രശാലിയായിട്ടുള്ള നേതാവാണ്. അപ്പം നമുക്ക് നാടിൻ്റെ ഒരു പ്രശ്നം, നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് നിൽക്കണം. അറിവ് നേടുന്നതിനോടൊപ്പം നല്ല മനുഷ്യരാകണം. സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ. വിദ്യാഭ്യാസ രീതിയും പാഠ്യവിഷയങ്ങളും അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അറിവ് നേടുന്നതിനോടൊപ്പം നല്ല മനുഷ്യരായും മാറാൻ വിദ്യാർത്ഥികൾക്കാകണമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ. മയ്യിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും എൻഡോമെന്റ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ആളുകൾ ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുകയും അതിരുകൾ മാഞ്ഞു പോവുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ സൂമ്പ കളിക്കാൻ പാടില്ലെന്നും ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലരുതെന്നും പറയുന്നതിന്റെ അർത്ഥശൂന്യത മനസ്സിലാക്കണം. അന്ധവിശ്വാസങ്ങളെയല്ല, ശാസ്ത്രത്തെ പിന്തുടരേണ്ട കാലഘട്ടമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NV ശ്രീജിനി അധ്യക്ഷയായി. മുൻ MP PK ശ്രീമതി ടീച്ചർ വിജയികൾക്കുള്ള എൻഡോമെന്റ് വിതരണം ചെയ്തു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV ഓമന, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ S വന്ദന, പ്രിൻസിപ്പൽ K മനോജ്, ഹെഡ്മാസ്റ്റർ PV മനോജ്, ഡെപ്യൂട്ടി HM K വിനോദ്,
കെ വിനോദ് കുമാർ, SMC ചെയർമാൻ PP സുരേഷ് ബാബു, PTA പ്രസിഡന്റ് C പത്മനാഭൻ, മദർ PTA പ്രസിഡന്റ് KK ജിഷ, മുൻ ഹെഡ് മിസ്ട്രസ് A ബീന തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി SFI. ആദിത്യനാഥ് സർക്കാർ ഇതുവരെ 126 സ്കൂളുകളാണ് അടച്ചുപൂട്ടിയത്. ഇതിനു പുറമെ 5000 സ്കൂളുകൾ കൂടി അടച്ചുപൂട്ടാൻ തീരുമാനമെടുത്തിരിക്കുന്നു. BJP സർക്കാരിന്റെ വിദ്യാഭ്യാസ വിരുദ്ധ നയങ്ങൾക്കെതിരെ SFI സംസ്ഥാന വ്യാപകമായി ശക്തമായി പ്രക്ഷോഭം തുടരുകയാണ്. ഇന്ന് 9 ജില്ലകളിലാണ് പ്രതിഷേധം നടന്നത്. സുൽത്താൻപൂരിൽ കലക്ടറേറ്റിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M സജി ഉദ്ഘാടനം ചെയ്തു. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. BJP സർക്കാർ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ശ്രമിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടിയത് BJPക്ക് ഇരട്ട എഞ്ചിൻ സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിലാണ്. ഇതിനെതിരെ SFI രാജ്യവ്യാപകമായി പ്രതിരോധം തീർക്കുന്നുണ്ടെന്നും SFI വ്യക്തമാക്കി. ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിച്ചതോടെ മൊബൈൽ ആപ്പുകൾ വഴിയുള്ള വായ്പാ തട്ടിപ്പുകളും വർദ്ധിച്ചിരിക്കുകയാണ്. വേഗത്തിൽ വായ്പ അനുവദിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് വൻതുക മുൻകൂർ ഫീസ് ഈടാക്കി കബളിപ്പിക്കുന്നവർ മുതൽ വായ്പ ചോദിക്കുന്നവരുടെ സ്വകാര്യ വിവരങ്ങൾ കൈക്കലാക്കി അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നവർ വരെയുണ്ട്. സംസ്ഥാനത്ത് നിരവധി പേർ വായ്പാ ആപ്പുകളുടെ ഇരകളായി ജീവിതം അവസാനിപ്പിച്ചിട്ടുമുണ്ട്. അടുത്ത ഇര നിങ്ങളാകരുത്. മോഹിപ്പിക്കുന്ന ആപ്പുകൾക്ക് തലവെച്ചു കൊടുക്കും മുമ്പ് ഈ ആപ്പുകൾ അംഗീകൃതമാണോ എന്ന് ഉറപ്പാക്കണം. റിസർവ് ബാങ്ക് ഇപ്പോൾ രാജ്യത്തെ അംഗീകൃത വായ്പാ ആപ്പുകളുടെ വിശദമായ പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. 1600 ആപ്പുകളുടെ വിവരങ്ങൾ. ഡിജിറ്റൽ വായ്പാ മേഖലയിലെ ഇടപാടുകളെക്കുറിച്ചുള്ള പരാതികൾ വർദ്ധിച്ചതോടെ ഈ മേഖലയിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരുന്നതിനുള്ള 2023 ഡിജിറ്റൽ വായ്പാ മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 1600 അംഗീകൃത വായ്പാ ആപ്പുകളുടെ വിവരങ്ങളാണ് റിസർവ് ബാങ്ക് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്നത്. പരിശോധിക്കാൻ എളുപ്പം, സാധാരണക്കാർക്കും എളുപ്പത്തിൽ പരിശോധിക്കാവുന്ന വിധത്തിലാണ് വെബ്സൈറ്റിൽ പട്ടിക ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ വായ്പയ്ക്ക് സമീപിച്ചിരിക്കുന്ന ആപ്പ് അംഗീകൃതമാണോ എന്നറിയാൻ വെബ്സൈറ്റ് തുറന്ന് മധ്യഭാഗത്തുള്ള മെനുവിൽ വലത്തേ അറ്റത്തുള്ള സിറ്റിസൺസ് കോർണർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിവിധ ഇനങ്ങളിൽ താഴെയുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പുകളുടെ പട്ടിക കാണാം. പേജിന്റെ താഴെയായി അടുത്ത പേജിലേക്ക് പോകാനും മുൻ പേജിലേക്ക് തിരികെ വരാനും ക്ലിക്ക് ചെയ്യുന്നതിന് ചിഹ്നങ്ങൾ നൽകിയിട്ടുണ്ട്. ആപ്പ് ഏത് സ്ഥാപനത്തിന്റെ കീഴിലുള്ളതാണെന്നും അത് ബാങ്കാണോ ബാങ്ക് ഇതര ധനസ്ഥാപനമാണോ എന്നും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആപ്പ് ഉടമസ്ഥന്റെ പേരിൽ ലിങ്ക് ആപ്പിന്റെ ഇടപാടുകളെക്കുറിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ നൽകുന്നതിന് പരാതി പരിഹാര ഓഫീസറുടെ പേര്, ഇമെയിൽ വിലാസം, ഫോൺ നമ്പറുകൾ എന്നിവയും ഇതിനൊപ്പം ലഭ്യമാണ്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.